അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുഅ്മിനീങ്ങളെ, ഇന്നത്തെ കാലത്ത് ആത്മഹത്യകൾ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. വളരെയധികം ആത്മഹത്യകൾ കൂടിക്കൊണ്ടിരിക്കണം. എന്തിനാണ് ഇവരൊക്കെ ആത്മഹത്യ ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്താണ് ഇവരെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? ഒറ്റ ഉത്തരമേ അതിനുള്ളൂ, ഇനി മുന്നോട്ട് പോവില്ല, അല്ലെങ്കിൽ ജീവിതം മടുത്തു എന്നുള്ളതിനാണ്. ഈ ജീവിതം മടുക്കുക എന്ന് പറഞ്ഞാൽ ഇവർക്കൊന്നും ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകാൻ ആരും എന്ത് ചെയ്യുന്നില്ല, ഒരു ഫോഴ്സ് കൊടുക്കാതാവുമ്പോഴൊക്കെയാണ് അവർ പിന്നെ ആത്മഹത്യയിലേക്ക് പോകുന്നത്. പക്ഷേ ഒരു യഥാർത്ഥ വിശ്വാസി അല്ലെങ്കിൽ ഒരു മുഅ്മിന് ആൾക്കൊരിക്കലും ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല. കാരണം അയാൾക്കൊരിക്കലും ആശ മുറിയുന്നില്ല എന്നുള്ളതിന്. കാരണം ഹസ്ബുനല്ലാഹ്, അല്ലാഹ് മതി, എനിക്ക് അല്ലാഹ് മതി. ആരെന്നെന്താ ചെയ്താലും, എന്ത് ചെയ്താലും, ആരെന്നെ ഒഴിവാക്കിയാലും, എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, എനിക്ക് അല്ലാഹ് മതി. അങ്ങനെ ഒരു തവക്കുൽ, അതായത് മുത്തവക്കിൽ, ഒരു അല്ലാഹുവിൽ തവക്കുലാക്കുന്ന, സർവ്വം തവക്കുലാക്കുന്ന ഒരാള് പിന്നെ ഒരിക്കലും പരാജയപ്പെടില്ല. പരാജയം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണ്ട? പരീക്ഷയിൽ തോക്കുക അല്ലെങ്കിൽ മത്സരത്തിൽ തോക്കലൊന്നും ഒരിക്കലും ഒരു പരാജയമല്ല. ആ പരാജയത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതിരിക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ വരുന്ന പരാജയങ്ങളെയും പ്രതിസന്ധികളെയും അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ പരാജയം. അത്തരത്തിലൊരു പരാജയപ്പെടല് ഇങ്ങനെ തവക്കുലാക്കുന്ന ഒരാൾക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീകുണ്ടാരത്തിലേക്ക് ഇട്ട സമയത്ത് ജിബ്രീൽ വന്ന് ചോദിക്കുന്നു, സഹായിക്കണോ? ഇബ്രാഹിം നബി വേണ്ട, എനിക്ക് അള്ളാന്റെ സഹായം മതി, എന്നെ അള്ളാഹ് സഹായിക്കും. ഉടനെ ആ തീ എന്തായി, തണുപ്പായി കൊടുത്തു. അതാണ് മറ്റാരും സഹായം വേണ്ട, ജിബ്രീലിനെ അവഗണിക്കല്ല അവിടെ, മറിച്ച് അള്ളാഹ് മതി എന്നുള്ള പരിപൂർണമായ ഒരു വിശ്വാസം, അല്ലെങ്കിൽ ആ തവക്കുലിന്റെ പരിപൂർണത നമുക്കവിടെ കാണാൻ കഴിയുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകുന്ന സന്ദർഭം, കൂടെ സിദ്ദീഖ് തങ്ങളും, ശത്രുക്കൾ പിന്നാലുണ്ട്. കണ്ട തീർക്കുമെന്ന ആ ഉശിരിലാണ് ആര് വരുന്നത്? ശത്രുക്കൾ വരുന്നത്. 3 ദിവസത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് തങ്ങൾ സൗർ ഗുഹയിൽ താമസിച്ചു. ആ സമയത്ത് അവിടെ എത്തി ശത്രുക്കള്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇതിന്റെ വായഭാഗത്ത് എത്തിക്കാൻ ഒരു നിൽക്കാണ്. സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, റസൂലേ, ഓരൊന്ന് ചെറുതായിട്ടൊന്ന് കുനിഞ്ഞ നമ്മളെ കാണൂലേ, തീർന്നില്ല കാര്യം എന്ന് ചോദിച്ചപ്പോ റസൂല് ഒരു പേടിയും വരുന്നില്ല. ഉടനെ ചോദിച്ചെന്താ, നിങ്ങൾ എന്തിനാ സിദ്ദീഖങ്ങളെ പേടിക്കണോ? ഇന്നല്ലാഹ മഅനാ, അല്ലാഹുണ്ട് കൂടെ. ഇന്നല്ലാഹ മഅനാ, അല്ലാഹുണ്ട് കൂടെ. ഞാൻ ആരെന്നെ വന്നാലും വേണ്ടില്ല, എന്തെന്നെ പറ്റിയാലും വേണ്ടി, ഇന്നല്ലാഹ മഅനാ, അല്ലാഹുണ്ട് കൂടെ. അതാണ് തവക്കുല്. തവക്കുലിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃക തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. ശത്രുക്കൾ നിൽക്കുന്ന സമയത്ത് പോലും അങ്ങനെ പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് തവക്കുലിന്റെ. അങ്ങനത്തോരൊന്നും എവിടെയും റസൂൽ നിന്നിട്ട് എന്തെങ്കിലും ശത്രുക്കൾ കണ്ടോ? ഇല്ല. റസൂൽ മദീനയിലേക്ക് എത്തിയില്ലേ? അങ്ങനത്തോരൊന്നും എവിടെയും പരാജയപ്പെടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി സ്വലാം ഇവരുടെ ഈ ഫിറഔന്റെ എടങ്ങറ് സഹിക്കാൻ വയ്യാതെ പൊറുതിമുട്ടി തന്റെ ബനൂ ഇസ്രായേലിനെയും കൊണ്ട് ഈജിപ്ത് വിട്ടു കിടക്കുന്ന സന്ദർഭം പോവുകയാണ്. കൂടെ പിന്നാലെ വരുന്നുണ്ട്. ആര് വരുന്നുണ്ട്? ഈ ശത്രുക്കള് ഫിറഔനും കൂട്ടരും വരുന്നതാണ്. ചെങ്കടലിന്റെ അവിടെ എത്തി. ഇപ്പത്തെ അവസ്ഥ എന്താ? കടലിനും ചെകുത്താൻ മാറ്റി ഇടയിൽപ്പെട്ട അവസ്ഥയാണ്. കൂടുതൽ ബനൂ ഇസ്രായേലാണ്, തീരെ പൊറുതില്ലാത്തൊരു ടീമാണ്. ഇവര് പറഞ്ഞു, വിട്ട് കുടുങ്ങി, ഇനി രക്ഷയില്ല, തീർന്ന്. മൂസാ നബിയെ തീർന്ന്, ഫിറഔന് പിന്നാലെ തീർന്ന്. മൂസാ നബി പേടിക്കണില്ല. ഒരു ചാഞ്ചാട്ടവും മൂസാ നബി അലൈഹി സ്വലാമിന് മനസ്സിലുണ്ടാവണില്ല. ഉടനെ പറഞ്ഞതാ, കല്ല, നമ്മള് കുടുങ്ങൂല, ഇന്ന റബ്ബി മഈ, റബ്ബുണ്ട് കൂടെ. ആ രണ്ട് വാക്കും ശ്രദ്ധിക്കുക. അല്ലാഹുണ്ട് കൂടെ. നമ്മളെവിടെയും പരാജയപ്പെടില്ല, അല്ലെങ്കിൽ നമ്മളെ ശത്രുക്കൾ കാണൂല, നമ്മൾ കുടുങ്ങൂല. അല്ലാഹുണ്ട് കൂടെ. കുടുങ്ങിയോ? ഇല്ല. ഉടനെ വന്നു, അശരീരി വന്നു, അടിച്ചു, കടന്നു. ശൈത്താന്മാരോ കടലിൽ മുങ്ങി ചാവും ചെയ്ത്. മൂസാ നബി കൊണ്ട് ഇവനെന്തെങ്കിലും പറ്റുമോ? ഒന്നും പറ്റിയില്ല. അതാണ് പറഞ്ഞത്, പരാജയപ്പെടൂല. ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടൂല തവക്കുലുണ്ടെങ്കിൽ. നമ്മളെല്ലാം ജീവിതത്തിൽ ഒരുപാട് ആളുകളെ കാണും. ഇനിയെന്താ എന്തെങ്കിലും പറ്റിയേക്കും, കാര്യമൊക്കെ കഴിഞ്ഞ്. അപ്പോ ഏതെങ്കിലും നല്ല ഈമാനുള്ള ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ഒരു കണക്കിന് അതൊരു ധൈര്യം കേട്ടോ. നല്ല ഈമാനുള്ള ആളുകളുടെ കൂടെ കൂടിയാ അത് നമുക്ക് മറ്റൊരു ധൈര്യമാണ്. നമുക്കില്ലെങ്കിലും നമുക്ക് ധൈര്യം നടന്നുകൊണ്ടിരിക്കും. ഉദാഹരണത്തിന് ഇപ്പൊ ഇങ്ങനെ കഴിഞ്ഞടാ, ഒക്കെ തീർന്ന് ജിന്നിനെ പേടിക്കണ്, അല്ലല്ലേ? തവക്കൽത്തു അലല്ലാഹ്, അല്ലാഹുണ്ട് കൂടെ. അത് നമുക്കൊരു എനർജി കിട്ടും. ശരിയാണല്ലോ അല്ലെ, ഞാനെന്തിനെ പേടിക്കണ്? തവക്കൽത്തു അലല്ലാഹ്. ചിലപ്പോ അവിടെ പരാജയപ്പെട്ട മറ്റൊരു തലത്തിൽ അതിന് വലിയൊരു വിജയം നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും. പക്ഷെ ഇതെല്ലാം ആശ മുറിഞ്ഞെന്ന്, എല്ലാം അറ്റുപോയി എന്ന് വിചാരിച്ചുകൊണ്ട് എന്ന ആ വിഷമത്തില് ആളാ ജീവിതം അവസാനിപ്പിച്ച, അതോടുകൂടി
ഇവിടെയും പരാജയപ്പെട്ട് നാളെ മഹ്ശറയിൽ അതിനും വലിയ കഷ്ടമാണ്. പക്ഷെ ആളീ തവക്കുലാക്കിക്കൊണ്ട് അള്ളാഹിൽ തവക്കുലാക്കിക്കൊണ്ട് ആളാ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയാലോ അയാളെ അതിനും വലിയ ഏതെങ്കിലും വിജയങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ? അതാണ് പറഞ്ഞത്. തവക്കുൽ എന്നുള്ളത് ഒരു മുഅ്മിനിന്റെ പ്രത്യാശയാണ്, അല്ലെ ആശയറ്റവന്റെ പ്രത്യാശയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നില്ലേ, യാ അയ്യുഹല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. ആരോടാണ് പറയുന്നതാണ്? തെറ്റില് മുങ്ങിക്കൊളിച്ച് തെറ്റുകൊണ്ട് ആറാടുന്ന ടീമിനോടാ പറയണത്. ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അള്ളാന്റെ റഹ്മത്തിൽ നിങ്ങൾ ആശ മുറിയരുത്. അത് പറഞ്ഞെന്താ? ഹസ്ബുനല്ലാഹ് എന്നതിനെ പഠിപ്പിക്കുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ. അള്ളാഹുവിൽ നിന്നുള്ള ആശ, അള്ളണ്ട് കൂടെ, അവിടെ അള്ളാഹ് പൊരുത്തപ്പെട്ട്. അതുപോലെ എല്ലാ വിഷയത്തിലും റബ്ബ് സുബ്ഹാനഹു വ തആല കൂടെ ഉണ്ട്. ആ വിശ്വാസം നമുക്കുണ്ടോ? നമ്മളെവിടെയും പരാജയം നാം പറഞ്ഞില്ലേ, എന്ത് പ്രതിസന്ധിയെയും എന്ത് പരാജയങ്ങളെയും നമുക്ക് തരണം ചെയ്യാനുള്ള വലിയൊരു എനർജി, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു എനർജിയാണ് ഈ തവക്കുൽ എന്ന് പറഞ്ഞാൽ. അത് തന്നെയാണ് ഒരു മുഅ്മിന്റെ യഥാർത്ഥ വിജയം എന്ന് പറയുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ തവക്കുലാക്കുന്ന യഥാർത്ഥ മുത്തവക്കിലീങ്ങൾ അള്ളാഹു നമ്മയും നമ്മളോട് ബന്ധപ്പെട്ടവരൊക്കെ ഉൾപ്പെടുത്തട്ടെ. അതിന് തവക്കുലാക്കാൻ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തണം. അതുപോലെ അത്തരത്തിലുള്ള ആളുകളോട് കൂടെ കൂടണം എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.